ദൈവത്തിന്റെ ധന്യതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. Let God's glorious name be praised today in this time. അനുഗ്രഹീതമായ നല്ല സമയത്തിനായി ഞാൻ എന്റെ ദൈവത്തെ മഹത്വം. And I thank the Lord for the beautiful time that He has given to us. ദൈവം നല്ലവനാണ്. And God, the God we serve, is a good God. ഹല്ലേലൂയ. Hallelujah. സന്തോഷമുള്ളവരെല്ലാവരും കർത്താവിനെ മഹത്വപ്പെടുത്തുക. And for those who are happy, can you clap and give a thank offering to the Lord? ഹല്ലേലൂയ. Hallelujah. ദൈവം നല്ലവനാണ്. That God is a good God. എത്രമാത്രം അവനെ സ്തുതിച്ചാലും മതി വരികയില്ല. And no matter the amount of worship, that is not enough to glorify the goodness of God. അമ്മാതിരിയുള്ള ദൈവത്തിന്റെ വലിയ പ്രവൃത്തികളെ കണ്ട് ഹല്ലേലൂയ കണ്ടവരാണ്, അനുഭവിച്ചവരാണല്ലോ നാം. Because we are all people that have experienced this extreme goodness of God in our lives. ദൈവവചനത്തിലേക്ക് കടക്കുന്നതിന് മുമ്പേ Before we head into the word of God, ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. let's close our eyes for a minute. നമ്മുടെ ഹൃദയത്തെ പാകപ്പെടുത്താം. And let our hearts be realigned. ഹൃദയങ്ങളെ എല്ലാം ദൈവസന്നിധിയിൽ ഏകാഗ്രമാക്കി And let us submit our hearts to the Lord. ദൈവത്തിന്റെ സാന്നിധ്യത്തെ അനുഭവിച്ച് അറിയേണ്ടതിന് കർത്താവേ അങ്ങയുടെ സാന്നിധ്യം എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കാം. We need to pray that, Father God, for to hear what you have in store for us, Father God. Prepare our hearts and give us your spirit, Lord Jesus. ആറാറ് ചിറകുകളുള്ള സറാപ്പുകൾ, രണ്ടുകൊണ്ട് മുഖം മൂടി, രണ്ടുകൊണ്ട് പാദം മൂടി, Like the seraphim, രണ്ടുകൊണ്ട് പറന്നുകൊണ്ട് സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ 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 എന്നാർത്ത്. like how the seraphims cover two wings with their eyes, they fly with two, and they praise and they say, Jehovah, we praise their name. And that's similarly how they praise your name. Help us, Lord, Father God. ബൈബിൾ പറയുന്നു അവർ അങ്ങനെ ആർത്തപ്പോൾ ഹല്ലേലൂയ ആ ശബ്ദം കൊണ്ട് ദേവാലയത്തിന്റെ ഉമ്മരപ്പടികളുടെ അടിസ്ഥാനം പോലും കുലുങ്ങിപ്പോയി എന്നാണ് വചനം And പറയുന്നത്. the Bible says when the seraphim worshiped this way, that the foundations of the temple were shaken. ഹല്ലേലൂയ. Hallelujah. ആലയം പുക കൊണ്ട് തന്റെ മഹത്വത്താൽ നിറഞ്ഞു എന്ന് വചനം പറയുന്നു. And it says that the temple was filled with the holy smoke. എവിടെ സാക്ഷാൽ ആരാധന ഉയരുമോ അവിടെ ഷെഖീന ഗ്ലോറി ഇറങ്ങും. And it says that where there's true worship, the Shekinah glory of the Lord will be there. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. And let's pray. രാജാതി രാജാവും കർത്താതി കർത്താവും നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന നല്ല ദൈവമേ, King of kings and the Lord of lords, the one who carries the burdens. ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഒരുമിച്ച് തിരുവചനത്തിന്റെ അടുക്കിലേക്ക് കടന്നു വരികയാണ്. Today morning we all come together in the front of your word, Lord. അപ്പത്തിനായിട്ടുള്ള വിശപ്പല്ല, ഹല്ലേലൂയ, വെള്ളത്തിനായിട്ടുള്ള ദാഹമല്ല, ദൈവവചനത്തിനായിട്ടുള്ള വിശപ്പ് തന്നെ എന്ന് വചനത്തിൽ വായിക്കുന്നത് പോലെ, Father God, just like we're not hungry for bread or thirsty for water, but we are thirsty to hear from you what you have in store ഈ for us. പകൽ അവിടുത്തെ സാന്നിധ്യത്തിന്റെ എല്ലാ നിറവുകളാൽ ഞങ്ങളെ ഒന്ന് നിറയ്ക്കണം. Father God, fill us, Lord, Father God, with this beautiful morning with your spirit, Lord Jesus. ഊഹിക്കുവാൻ പോലും കഴിയാത്ത ദൈവ മഹത്വത്താൽ ഞങ്ങളെ ഒന്ന് നിറയ്ക്കണമേ. Father God, fill us with thy glory of an unimaginable glory, Lord. ഉഷസ്സിലെ മഞ്ഞ് പൊഴിയുന്നത് പോലെ ദൈവത്തിന്റെ അനുഗ്രഹത്തെ ഇന്ന് പകൽക്കാലം ഈ ആലയത്തിൽ പൊഴിച്ചിറക്കണമേ. Just like how the fog settles in, Father God, let your blessing shower upon us. അവിടുത്തെ കൃപയെ ഞങ്ങൾ വീണ്ടും വീണ്ടും ചോദിക്കുന്നു. Father God, we ask for your grace time and time again. അങ്ങ് പ്രവർത്തിക്കും, ഞങ്ങൾ സമർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. Father God, we know that you will work. We dedicate ourselves into your hands. Once again, in Jesus' name we pray. ആമേൻ. Amen. ഹല്ലേലൂയ. Hallelujah. വളരെ പ്രാർത്ഥനയോടെ ദൈവവചനത്തിന്റെ ചിന്തയിലേക്ക് നമുക്ക് So let's prayerfully meditate the word of God. അതായത് കർത്താവിന്റെ ഉള്ളിൽ ഇന്ന് പകൽക്കാലം നിങ്ങളുമായി പങ്കുവെക്കുവാൻ നൽകിയ ഒരു ചിന്ത എന്ന് പറയുന്നത് വളരെ സുപരിചിതമായ ദൈവവചന ഭാഗമാണ്. And today morning the Lord has put in my heart to share with you is a very familiar scripture. അപ്പോൾ എന്റെ ഉള്ളിൽ പ്രകാശിപ്പിച്ച ആ വചനത്തെ നിങ്ങളുടെ മുൻപിൽ ഞാൻ പറയുക, നമുക്ക് ഒരുമിച്ച് അത് ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യാം. And today morning I'll read the scripture and we can all meditate together. ഇബ്രിയ ലേഖനം 12-ാം അധ്യായം 1-2 വാക്യങ്ങൾ. Hebrews chapter 12 verses 1 and 2. ആമേൻ. This is what it reads in English. Yes. Therefore, since we are surrounded by such a great cloud of witnesses, let us throw off everything that hinders and the sin that is so easily entangles. Let us run with perseverance the race marked out for us, fixing our eyes on Jesus, the pioneer and perfecter of the faith. For the joy set before him, he endured the cross, scorning its shame, and sat down at the right hand of the throne of God. ആമേൻ. Amen. മലയാളത്തിൽ വായിക്കുന്നു. ആകയാൽ നാം സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ
സ്ഥിരതയോടെ ഓടുക. മതി. ഹല്ലേലൂയ. ഇബ്രിയ ലേഖനം 12-ാമത്തെ അധ്യായത്തിന്റെ 1ഉം 2ഉം വാക്യങ്ങളെ രണ്ടായി തരംതിരിക്കാം. And these scriptures that we read, chapter verses 1 and 2, we can split them into 2. അതിന്റെ ഒന്നാമത്തെ ഭാഗം നമുക്ക് മുൻപിൽ ഒരു ഓട്ടം ഉണ്ട്, അത് നമ്മൾ സ്ഥിരതയോടെ ഓടണം എന്നുള്ളതാണ്. And the first part, it says there is a race that is set ahead of us, and we need to run that race that is marked out for us in perseverance. രണ്ടാമത്തെ ഭാഗം ഈ ഓട്ടത്തിന് വേണ്ടി ഓട്ടക്കളത്തിൽ നിൽക്കുന്ന ഓട്ടക്കാരോടുള്ള പ്രബോധനമാണ്. And the second part of the scripture is basically an instruction that is given to the person who's running. ആമേൻ. Amen. അങ്ങനെ രണ്ട് രീതിയിൽ അതിനെ മനസ്സിലാക്കാം. And so you can understand it in 2 parts. ഞാൻ ഈ വിഷയത്തിന്റെ വിശദീകരണത്തിലേക്ക് കടന്നു വരികയാണ്. And now I'm coming into the depths of these verses. ബൈബിൾ പറയുന്നു നമുക്ക് മുൻപായി വെച്ചിരിക്കുന്ന ഓട്ടത്തെ നമ്മൾ സ്ഥിരതയോടെ ഓടണം. And the Bible here in Hebrews chapter 12 verses 1 says, and let us run this race that is set before us in perseverance. എന്താണ് ഇവിടെ പറയുന്ന വാക്യം വളരെ കൃത്യമായി ദൈവമക്കളുള്ള ബന്ധത്തിൽ പറയുന്നത്? So what is this verse is speaking to the child of God? അറിയേണ്ട ചില കാര്യങ്ങൾ അല്ലെങ്കിൽ പൗലോസ് ക്രിസ്തീയ ജീവിതവുമായുള്ള ബന്ധത്തിൽ മെറ്റഫേഴ്സ് ഇല്ലെങ്കിൽ ഉപമ പദങ്ങൾ നൽകി പറയുകയാണ്. And Paul writes, when he writes these letters, he gives a lot of metaphors to explain the matters of the Lord, and he gives many metaphors and examples. ക്രിസ്തീയ ജീവിതത്തെ വിശദീകരിക്കുവാൻ ഒട്ടനവധി അലങ്കാരിക പദങ്ങൾ, അതിന്റെ പ്രയോഗങ്ങൾ ദൈവവചനത്തിൽ കാണാൻ സാധിക്കുന്നു. And if you look at the scriptures, you can understand that there are a lot of metaphors that Paul uses to describe a Christian child's life. Amen. Amen. So the Bible is rich with metaphors language, metaphorical languages. So the Bible is rich with metaphorical language, which communicates a deep spiritual truths. which communicates deep spiritual truths. Amen. Amen. വെളിച്ചം എന്നുള്ളത് ഒരു അലങ്കാരിക പദമാണ്. When the word light is used, it is a metaphor. ഹല്ലേലൂയ. Hallelujah. അതിൽ കൂടി മനസ്സിലാക്കുന്നത് വെളിച്ചം ഇരുട്ടിൽ നിന്ന് ഒരു ദൈവ പൈതലിന് വിമോചനം നൽകുന്നു. When the word light is used in relation to a child of God, what that means is that light represents setting free from darkness for a child of God. Amen. Amen. രണ്ടാമത് നമ്മൾ നോക്കൂ, ഡാർക്ക്നെസ്സിനെ പറ്റി ബൈബിളിൽ ഇരുട്ടിനെ കുറിച്ച് അതൊരു മെറ്റഫറാണ്. And when Bible talks about darkness, it is a metaphor. യോഹന്നാൻ 3:19 ഇങ്ങനെ പറയുന്നു, ജനങ്ങൾ വെളിച്ചം ഇഷ്ടപ്പെടാതെ കണ്ട് അവർ ഇരുട്ടിനെ വളരെ സ്നേഹിക്കുന്നു എന്നാണ്. And in John chapter 3, it says that people love darkness and they follow darkness over light. സത്യമല്ലേ? Isn't that true? ഹല്ലേലൂയ. വെളിച്ചത്തിലേക്ക് വരുന്നവർക്ക് വേണ്ട, അവർ ഇരുട്ടിനെ ഇഷ്ടപ്പെടുന്നു. Because these people love darkness, they don't want to come into light. സോ ഇരുട്ടൊരു മെറ്റഫറാണ്. So here darkness is a metaphor. ഹല്ലേലൂയ. ഷീപ്പ് എന്ന് പറയുന്നത് ഒരു മെറ്റഫറാണ്. And the word sheep is a metaphor. ആടുകൾ Meaning sheep. ദൈവമക്കളെ കുറിച്ച് ദൈവവചനത്തിൽ പ്രതിപാദിക്കുന്നത് ദൈവമക്കൾ ആടുകളെ പോലെയാണ്. Here the metaphor sheep, the metaphor in Bible is being used as the children of God. എന്താണ് അതിന്റെ അർത്ഥം? So what does it mean? അതിന്റെ അർത്ഥം ഷീപ്പ്, അതായത് ആടുകൾക്ക് സ്വയം പര്യാപ്തതകളില്ല. What that means is that sheep they're not self-able to sustain by themselves. അതിനെപ്പോഴും ഒരു ഷെപ്പേർഡ് ആവശ്യം. And it always requires the shepherd. ഒരു ഡെസ്റ്റിനേഷനിലേക്ക് അത് പോകണമെങ്കിൽ അതിനെ നടത്തുവാൻ ഒരു നടത്തിപ്പുകാരൻ ഈ ആടുകൾക്ക് വേണം. And you know the sheep always requires a shepherd to lead these sheep from one place to another. ബ്രെഡ് എന്നുള്ളത് ഒരു അലങ്കാരിക പദം. The word bread is also a metaphor. അപ്പം ഹല്ലേലൂയ. വാട്ടർ എന്ന് പറയുന്നത് ഒരു അലങ്കാരിക പദമാണ്. വാട്ടർ, വെള്ളം. Water is also a metaphor. ഹല്ലേലൂയ. സീഡ് എന്ന് പറയുന്നത് ഒരു അലങ്കാരിക പദമാണ്. And even the word seed is a metaphor. ഹാർവെസ്റ്റ് എന്ന് പറയുന്നത്, കൊയ്ത്ത് എന്ന് പറയുന്നത് ഒരു അലങ്കാരിക പദമാണ്. Even the word harvest is a metaphor. ഹല്ലേലൂയ. അതായത് പാറ, അതായത് the rock എന്ന് പറയുന്നത് ഒരു അലങ്കാരിക പദമാണ്. Even the word the rock is a metaphor. ഫയർ, തീ, അഗ്നി, അതൊരു മെറ്റഫറാണ്. The word fire is also a metaphor. ഡവ് എന്ന് പറയുന്നത് എന്താ? പ്രാവ്, അതൊരു മെറ്റഫറാണ്. Dove is also a metaphor. സ്വോർഡ്, ഹൃദയം, സ്വോർഡും കത്തിയും ഹൃദയം, ഇതൊക്കെ ഒരു മെറ്റഫറാണ്. The words swords, knife all means heart, or it is also a metaphor. ദൈവവചനത്തിൽ അതെല്ലാം പറഞ്ഞു. So these words have been used across the scriptures. ഇങ്ങനെ ഒട്ടനവധി
ഒട്ടനവധി അലങ്കാരിക പദങ്ങൾ കൊണ്ട് സമ്പുഷ്ടമാണ് ബൈബിൾ. So the Bible is filled with a lot of these metaphors that's used for different instances. ഇന്ന് നമ്മൾ കുറിവാക്യത്തിൽ വായിച്ച ഓടുക എന്ന ഓട്ടം എന്ന് പറയുന്നത് ഒരു മെറ്റഫറാണ്. And here in the scriptures we read this word called run. Run is Race. also a race is also a metaphor. Hallelujah. Hallelujah. അത് ക്രിസ്തീയ ജീവിതത്തോടുള്ള ബന്ധത്തിലെ പൗലോസ് അത് വ്യക്തമാക്കുന്നു. And here Paul refers to this race in relation to a child of God's life. Hallelujah. Amen. സത്യത്തിൽ ഓട്ടത്തെ കുറിച്ച് പ്രതിപാദിച്ച മറ്റൊരു എഴുത്തുകാരനുമില്ല കേട്ടോ. There is no other writer in the Bible that has given so much significance to this word called race. Hallelujah. അത് പൗലോസാണ് വ്യക്തമാക്കുന്നത്. And here Paul is giving നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ് കൂടെ വരണം കേട്ടോ. And when I'm preaching, I just bring your attention to this as I'm giving you the അപ്പോൾ നിങ്ങൾക്ക് revelation. അതിന്റെ കണ്ടന്റ് മനസ്സിലാക്കാൻ So കഴിയും. you'll be able to completely understand what അപ്പോൾ I'm saying. പൗലോസിന്റെ അലങ്കാരിക പദങ്ങളെ 3 ഭാഗങ്ങളായി നമുക്ക് അതിനെ തരംതിരിക്കാം. So this word that he uses as metaphor, we can divide them into 3. പൗലോസിന്റെ അലങ്കാരിക പദങ്ങൾ 3 ആയിട്ട് നമുക്ക് തിരിച്ചു. So when Paul uses a metaphor, you can divide them into 3 categories. ആമേൻ. Amen. ഒന്ന് അത് ക്രിസ്റ്റോളജിക്കൽ മെറ്റഫേഴ്സ് ആണ്. One is called Christological metaphors. Number 2 എക്ലീസിയോളജിക്കൽ മെറ്റഫേഴ്സ് ആണ്. Second is ecclesiological metaphors. മൂന്നാമത് എസ്കറ്റോളജിക്കൽ മെറ്റഫേഴ്സ് ആണ്. And third is eschatological metaphors. ഹല്ലേലൂയ. ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ പൗലോസ് ഉദ്ഘരിച്ച അലങ്കാരിക പദങ്ങൾ. There are metaphors that are used with relation to Christ. അതാണ് ക്രിസ്റ്റോളജിക്കൽ മെറ്റഫേഴ്സ്. And that's what's called Christological യേശു പറയുന്നു metaphors. I am the light of the world. Like when Jesus says, I am the light of the world. Hallelujah. Those metaphors talks about who is Christ and what he does. So that metaphor talks about who Christ is and what he does. Hallelujah. Hallelujah. And the second thing is ecclesiological metaphors. And second is ecclesiological metaphors. എന്ന് പറഞ്ഞാൽ സഭ എന്നുള്ള വിഷയത്തോടുള്ള ബന്ധത്തിൽ സഭ എന്താണ്, സഭ ആരാണ്, സഭയ്ക്ക് എന്താണ് വേണ്ടിയത് എന്നുള്ളതിനെ കുറിച്ച് ഉദ്ഘരിച്ച് പറയുന്ന അലങ്കാരിക പദം. And these metaphors talk about what church is, how church should be, and everything in relation to the church. So Bible പറയുന്നു church is a vineyard So of God. the Bible says the church is the vineyard of the Lord. Church is a garden of The the Bible Lord. talks about church as a garden. അതല്ല അതിന്റെ മെറ്റഫർ ആണ് സഭയുള്ള ബന്ധത്തിൽ. So these are metaphors used by Paul to describe the church. Church ഒരു bride ആണ്. Right? Paul says the church is a bride. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ അടുത്തത് എസ്കറ്റോളജിക്കൽ മെറ്റഫേഴ്സ് ആണ്. And next is eschatological metaphors. അന്ത്യകാലത്ത് അതിൽ എൻഡ് ടൈമിനെ കുറിച്ച് പറയുന്ന മെറ്റഫേഴ്സ്. Metaphors that talk about the end times. ആമേൻ. Amen. ഹല്ലേലൂയ. അവിടെയാണ് പറയുന്നത് അന്ത്യനാളിൽ ദൈവം ഒരു കള്ളനെ പോലെ, കള്ളൻ എന്ന് പറയുന്ന മെറ്റഫർ ആണ്, കള്ളനെ പോലെ മധ്യരാത്രിയിൽ വരുന്നു. And that is why in the Bible it says that when the Lord, in the end days, the Lord will come like a thief. The word thief is a Thief in the metaphor. night. Thief in the night is a metaphor. ആമേൻ. Amen. ഹല്ലേലൂയ. അപ്പോൾ അന്ത്യനാളിനെ കുറിച്ച് ബൈബിൾ പ്രതിപാദിക്കുന്ന മറ്റൊരു മെറ്റഫറാണ് ഗിവിംഗ് ബർത്ത് പെയിൻ. അല്ലെ, ദൈവമക്കൾ ബർത്ത് പെയിൻ പോലെ അത്ര ഇന്റൻസിറ്റി ആയിരിക്കും അവസാനം. Another metaphor that uses for the end times is the birth pain that a mother carries. It's similar to the end times. ഹല്ലേലൂയ. Hallelujah. അവസാന നിമിഷങ്ങൾ കൊയ്ത്ത് വളരെയാണെന്ന് ബൈബിൾ പറയുന്നത്. കൊയ്ത്ത് അവിടെ മെറ്റഫറായി ഉപയോഗിക്കുന്നു. And in the Bible it says at the end times the harvest will be plenty. Harvest, the word harvest is a metaphor. എത്ര പേർക്ക് സന്തോഷമുണ്ട് അവസാന നാളിൽ മധ്യാകാശത്തിൽ ഒരു വേളി കഴിക്കും എന്ന് പറഞ്ഞാൽ ഒരു വിവാഹം ഉണ്ടാകും, അഥവാ ഒരു വെഡിങ് will take place in the midday with Jesus Christ, and the wedding showing a metaphor. And how many of you are excited that there is a wedding that is going to happen in mid-air, and that wedding is a metaphor. That is also connected to the eschatological metaphorical language. And that's also connected to the eschatological metaphoric language. ഇതിലെ വളരെ ശ്രദ്ധേയമായതൊന്നാണ് ക്രിസ്തീയ ജീവിതത്തോടുള്ള ബന്ധത്തിൽ പൗലോസ് ഉപയോഗിക്കുന്നത് റേസ്, ഓട്ടം എന്നുള്ളത്. And here the word race is being used as a metaphor by Paul for in regard to. ഞാൻ ഈ വചനത്തെ ധ്യാനിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, കർത്താവ് എന്തുകൊണ്ടാണ് പൗലോസ് ക്രിസ്തീയ ജീവിതത്തെ ഒരു ഓട്ടത്തോട് തുലനം ചെയ്തിരിക്കുന്നത്? And then when I started reading the scriptures, I started asking the Lord, why is Paul referring to a Christian's life as a race? ആമേൻ. Amen. നിങ്ങൾ എത്ര പേര് എഗ്രി ചെയ്യുന്നു ക്രിസ്ത്യൻ ജീവിതം ഒരു റേസ് ആണ്? How many of you agree that the Christian life is a race? ആമേൻ. Amen. അല്ലെങ്കിൽ ഞാനത് പൂർണ്ണമായി അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. Me, I fully believe that that is very, very true. ഹല്ലേലൂയ. Hallelujah. അപ്പോ അതിന്റെ ചെറിയ ചിന്തകൾ ഞാൻ നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുകയാണ്. And I want to give you a few
thoughts. എന്തുകൊണ്ടാണ് പൗലോസ് ഒരു ക്രിസ്തീയ ജീവിതത്തെ ഓട്ടത്തോട് തുലനം ചെയ്തിരിക്കുന്നത്? അതിന്റെ ഒന്നാമത്തെ കാര്യം, So why has Paul referred to the Christian's life as a race? The first thing, ക്രിസ്തീയ അതായത് ഓട്ടം എന്നുള്ളതിന് ഒരു ലക്ഷ്യമുണ്ട്. because every race has an objective. ആമേൻ. Amen. The finishing point, ലക്ഷ്യം. That every race has a finishing point or an objective that you have to അതായത് reach. സ്പ്രിന്റേഴ്സിനെ കണ്ടിട്ടില്ലേ? Have you seen the sprinters? ഹല്ലേലൂയ. Hallelujah. 200 മീറ്റർ ഓടുന്നവര്, 300 മീറ്റർ ഓടുന്നവര്, 400 ഓടുന്നവരൊക്കെ കണ്ടിട്ടില്ലേ? There are people who run 300 meters, 200 meters and 400 meters. കഴിഞ്ഞിടയ്ക്ക് ഞാൻ സംസാരിച്ചപ്പോഴാണ് അലനുമായിട്ട് സംസാരിച്ചപ്പോഴാണ് അലനുമാൻ പറഞ്ഞത്, ഞാൻ അതിനു വേണ്ടി പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. And the last weeks when Pastor spoke to me, is when Pastor came to know that even myself, I'm preparing to run a race. എന്ത് റേസിനെ പറയാൻ? Half marathon. അതിനുവേണ്ടി റെഡി So ആയിക്കൊണ്ടിരിക്കുക. I'm preparing to run a half marathon. എനിക്ക് ഭയങ്കര സന്തോഷമായി. And I was really joyful and happy to know that. ഹല്ലേലൂയ. എവറി വീക്ക് അദ്ദേഹം വളരെ ശ്രമമായി വഹിച്ച് ഹല്ലേലൂയ വളരെ സമയം അതിനു വേണ്ടി സെഗ്രിഗേറ്റ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് ഏർലി മോർണിംഗ് ഹല്ലേലൂയ നല്ല തണുപ്പുള്ളപ്പോൾ ഹല്ലേലൂയ ഓടുവന്നു. So early morning I set aside time to prepare for this half marathon. I run in the cold and I set aside the time to prepare to run this race. കാരണം എന്താണ്? ലക്ഷ്യമുണ്ട്. Why is the reason I separated time to run this race? എനിക്ക് Because I അന്നേരം have an objective. ഹാമിൽട്ടണിലെ കൗൺസിൽ അതിന് എന്ത് കൊടുക്കും? ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഞാൻ കേട്ടെ. Yeah, they'll give us a small, what the Hamilton Council would do is give a small medal to everyone who finishes the race. അപ്പൊ അത് ഫിനിഷ് ലക്ഷ്യമുണ്ട് അതിന്. So we have an aim towards this race. നമ്പർ 1, ഓട്ടത്തിന് ലക്ഷ്യമുള്ളതുപോലെ ക്രിസ്തീയ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ട്. So similarly, a race has got a finish or an objective. A Christian life has got a finish and an objective. ആ ലക്ഷ്യത്തെ മനസ്സിലാക്കിയവർക്കായി സ്തോത്രം. And I thank the Lord for people who know the objective of the Christian race. എന്താണ് നിങ്ങളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം? So what is the objective of the Christian life that you're living? ഇന്ന് പകൽ നമ്മൾ ഓരോരുത്തരുമായി ചോദിക്കുക, അല്ലെങ്കിൽ എന്താണ് ലക്ഷ്യം? നിന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്തെന്ന് ചോദിച്ചാൽ എന്ത് പറയാൻ സാധിക്കും? So if I ask you that question today, what is the objective or what's the finish line of your Christian life looking like? ഹല്ലേലൂയ. What is it? കഴിക്കുക, കെടുക്കുക, ഓടുക, തിന്നുക, എന്തോ സമ്പാദിക്കുക, അതോടുകൂടി തീരുന്ന ജീവിതമല്ല ക്രിസ്തീയ ജീവിതം. അതിനപ്പുറത്തേക്കായി നമ്മൾ ഹല്ലേലൂയ കാത്തിരിക്കുന്നതും അൾട്ടിമേറ്റ് ആയിട്ടുള്ളതും നിത്യ ജീവിതമാണ്. And you know, we as Christians, our aim, our finish line does not look like waking up in the morning, eating, sleeping, going to work and saving for our future. It doesn't look like that. For a Christian life, the objective of his race looks like going into eternity. ആമേൻ. അതല്ലേ നമ്മുടെ ലക്ഷ്യം. And that is the objective of all of us. മരണത്തോട് തീരുന്ന ഒരു ജീവിതമല്ല ക്രിസ്തീയ ജീവിതം. മരണത്തിനപ്പുറത്ത് യേശുനാഥൻ കല്ലറയിൽ വന്ന് പറഞ്ഞു, ഞാനാണ് ജീവനും പുനരുദ്ധാനവുമാകുന്നത്, എന്നിൽ വിശ്വസിക്കുന്നവൻ എന്നൂലം ജീവിക്കും എന്നവൻ പറഞ്ഞു. That is, Christian life is not a life that finishes with the death of a person, but a Christian life, like how Jesus said, I am the resurrection and the life. Those who are in me will be with me in eternity. ആമേൻ. Amen. രണ്ടാമത്, Second thing, ഹല്ലേലൂയ, ഓട്ടം ഓടുന്നവൻ അതിനു വേണ്ടി ഓട്ടക്കളത്തിൽ നിൽക്കുന്നവൻ തന്റെ ട്രാക്കിനെ ശ്രദ്ധിക്കണം, തന്റെ വശങ്ങളെ അവൻ നോക്കരുത്. that you know, a runner who's preparing to run this race, he should look at where he is and what is set aside and not look at what is in the left or right. ട്രാക്ക് ഉണ്ട്, അവനൊരു ട്രാക്ക് ഉണ്ട്. So a runner has a track. ഹല്ലേലൂയ. അതിന്റെ വശങ്ങളിലേക്ക് നോക്കി അവന് സ്ഥാനത്തെത്താൻ കഴിയും. If he starts looking at the left and the right, and he takes the focus away from the racetrack, he won't be able to reach the finish line. ഹല്ലേലൂയ. ക്രിസ്തീയ ജീവിതത്തിന് ഒരു മാനദണ്ഡമുണ്ട്, അതാണ് ദൈവം നമ്മുടെ കരങ്ങളിലേക്ക് നൽകിയിരിക്കുന്ന ദൈവത്തിന്റെ വചനം. ഹല്ലേലൂയ. And similarly, we have a track, and that is the word of God, and we have to run this race looking at the word of God. മൂന്നാമത്തെ കാര്യം, Third thing, ഓട്ടം ഓടുവാൻ തുടങ്ങിയാൽ ഓടുന്നവൻ ഓട്ടത്തിൽ നിന്ന് പിന്തിരിയുവാൻ കഴിയുകയില്ല. and you know, but let me tell you, as a children of God, when we start to run this Christian race, അല്ല, സാധാരണ ഓട്ടം തന്നെ. ആ ഓട്ടത്തിൽ ഓടുവാൻ നിൽക്കുന്നവൻ ഓട്ടത്തിനിടയിൽ ഒന്ന് മാറണം, പിന്തിരിയണമെന്ന് പറഞ്ഞാൽ പറ്റത്തില്ല, ഓടി തീർക്കണം. but look at a normal runner. When he starts a race, he can't back off at the last moment and say, I can't run this race. അല്ല, ക്രിസ്തീയ ജീവിതം അങ്ങനെയല്ലേ? But even in the Christian യേശു life, ക്രിസ്തുവിനെ ജീവിതത്തിൽ രക്ഷകനായി സ്വീകരിച്ച ഒരുവൻ
തന്റെ ജീവിത യാത്രയിൽ ഹല്ലേലൂയ ആ യേശുവിൽ നിന്ന് മാറുവാൻ അവന് ഒരു കാരണത്താലും സാധ്യമല്ല. Similarly, as children of God who has accepted Jesus as their personal savior, when you are running this race for the Lord, you will not be able to back out of this race that the Lord has set for you. നാലാമത്തെ കാര്യം, Fourth thing, പൗലോസ് എന്തിനാണ് ഓട്ടത്തെ ക്രിസ്തീയ ജീവിതത്തോട് ഉപമപ്പെടുത്തിയെന്ന് ചോദിച്ചാൽ, the fourth thing, why Paul has referred to the Christian life as a race. ഹല്ലേലൂയ ഓടുന്നവൻ ഓട്ടം പ്രയാസമാണെന്നും ഹല്ലേലൂയ ലക്ഷ്യം വിദൂരമാണെന്നും അവൻ ചിന്തിച്ചോടരുത്. And saying what Paul is trying to say is that don't run this race thinking that it's so hard to run, or that ലക്ഷ്യം വിദൂരമാണ്, that the finish line is far away. അങ്ങനെ ചിന്തിക്കരുത്. Should never think, a runner should never think that. അങ്ങനെ ചിന്തിച്ചാൽ ഓടാൻ കഴിയത്തില്ല. And if you think as a runner that the destination is too far and it's too difficult, you will not finish the ക്രിസ്തീയ race. ജീവിതത്തിൽ പ്രതികൂലങ്ങളുണ്ട്, Similarly, in a Christian life, there are difficulties in this race that you run. പ്രശ്നങ്ങളുണ്ട്, There will be troubled times in this race that you run. രോഗങ്ങളുണ്ട്. There will be sicknesses in your race that you run. ഹല്ലേലൂയ. എനിക്കിത് വളരെ ബുദ്ധിമുട്ടാണെന്ന് ചിന്തിച്ച് പിന്മാറുവാൻ കഴിയരുത്. You should never run a Christian life saying that, oh Lord, it's too difficult for me to run and I want to back off now. ഹല്ലേലൂയ. Hallelujah. ക്രിസ്തീയ ജീവിതത്തിൽ വരുന്നതെല്ലാം നമ്മൾ യേശുവിനെ മുന്നിൽ നിർത്തി നമ്മൾ ആ ഓട്ടത്തെ ഓടും. And whatever that comes into your Christian race, Christian life race, whatever that comes, put God first and run. ഹല്ലേലൂയ. Hallelujah. അഞ്ചാമത്തത്, ഓടുവാൻ നിൽക്കുന്നവന് രണ്ട് ശ്രദ്ധ മാത്രമേ പാടുള്ളൂ. ഒന്ന് ട്രാക്കും, രണ്ട് ലക്ഷ്യം. And the fifth thing, the runner of this race has to have only two thoughts in his mind: the track and the finish. ക്രിസ്തീയ ജീവിതം അങ്ങനെയാണ്. And the Christian life is also similar. യേശുവിനെ നോക്കുക, യാത്ര മുന്നോട്ട്. Look at Jesus and look at the track. ആമേൻ. Hallelujah. ഹല്ലേലൂയ. Hallelujah. അപ്പോൾ ഞാൻ ഇതിന്റെ ലക്ഷ്യങ്ങളെ ഞാൻ പറഞ്ഞത്. And these are the objectives that are, or the aims of the race. അതുകൊണ്ടാണ് that are പൗലോസ് ക്രിസ്തീയ ജീവിതത്തിന് റേസ് എന്ന മെറ്റഫോർ And കൊടുത്തിരിക്കുന്നത്. hence all these reasons why Paul is referring to a Christian's life as a race. ഹല്ലേലൂയ. Hallelujah. ക്രിസ്തീയ ജീവിതമായിട്ട് പൗലോസ് അതിനെ കണക്ട് ചെയ്യും. And Paul is trying to connect this physical race to a race of the spiritual. ഒരിടത്ത് പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്. In one scripture, Paul says this. Acts chapter 20 verse 24. Acts chapter 20 verses 24. പൗലോസ് പറയുന്നു, Paul says, പ്രാണനെ വിലയേറിയതായി എണ്ണാതെ ഞാൻ ഓടുന്നു. he says that I consider my life worth nothing to me. My only aim is to finish the race. ഹല്ലേലൂയ. Yes. My only aim is to finish the race and complete the task the Lord has given me. ആമേൻ. Amen. പൗലോസ് പറയുക, Here Paul is telling, എന്താണ് അവൻ പറയുന്നത്? what is Paul ഞാൻ saying? എന്റെ പ്രാണനെ വിലയേറിയതായി എണ്ണാതെയാണ് ഞാൻ ഓടുന്നത്. He's saying that I don't even consider my life worth nothing to me. My only aim is to finish the Amen. race. I don't care about my own life and running towards the goal. Here Paul is saying, I'm not even caring about my own life, but I'm running towards the finish line. Amen. നമുക്ക് പറയാൻ പറ്റുമത്? Can you say the same thing? നമുക്ക് പറയാൻ പറ്റുമത്? Would you be able to say the same thing? No, I don't care about my life. That will you be able to say that I don't care about God my saved life? me. God saved me. God brought me into the church. God brought me to the church. And now I know who is my God. And now I know who's my God. Why I'm living. And why I'm living. Why am I living? Hallelujah. I live for my Christ. I live for my Christ. Hallelujah. I don't care about my life. I don't care about my life. Hallelujah. എന്റെ ജീവിതത്തെ കുറിച്ച് ഞാൻ അത് വലിയ വിലയേറിയതെന്ന് ഞാൻ കാണുന്നില്ല. I don't consider my life of too much worth. ഹല്ലേലൂയ. നമ്മുടെ അലൻമോൻ വീട് മേടിച്ചപ്പോൾ സാക്ഷി പറഞ്ഞത് എങ്ങനെയാണ്? ഞാനത് ഇപ്പോഴും ഓർക്കുന്നു. ഹല്ലേലൂയ. ഈ വീട് മേടിച്ചതും അതൊന്നും അല്ല എനിക്ക് വലിയതെന്ന് ഞാൻ ഇപ്പോഴും മനസ്സിലാക്കുന്നത്. ഹല്ലേലൂയ. ഇതെല്ലാം താൽക്കാലികമാണ്. ഹല്ലേലൂയ. നിത്യമായതൊന്ന് ദൈവം നമുക്ക് കരുതുന്നു എന്ന് പറഞ്ഞ വാക്ക് ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ്. And when brother Alan was sharing a testimony when he bought the house, he said that this house and this everything that I've bought is all temporary, because everything that my focus is on eternity. ഹല്ലേലൂയ. Hallelujah. നമ്മുടെ നിത്യവാസം അതല്ലേ? Because our home is in heaven. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ പണിത് കൂട്ടുന്നതെല്ലാം നമുക്ക് ആവശ്യമാണെങ്കിലും അതല്ല നമ്മുടെ ഫോക്കസ് ഇതിനെ തരുന്ന ഒരുവനുണ്ടല്ലോ, അവനോടൊപ്പമായിരിക്കും. The focus, I'm not saying that anything saving or building a house is not important. You need to do whatever is necessary for you in this world. But what in everything you have to realize is that your aim in your Christian life is to be with the one that has given you all these അതുകൊണ്ടാണ് things. പൗലോസ് പറഞ്ഞത്, don't care about my life. That's why Paul is saying here, I don't care about my own life. Hallelujah. I care about the track that God has placed before me, and I want to run and finish it successfully.
And that's why Paul is saying, I want to run this race that has been set before me and I want to finish the race. പൗലോസിനെ കുറിച്ച് പഠിച്ചു വന്നാൽ And if you study about Paul, അവന്റെ യാത്രയിൽ അവന്റെ ഓട്ടത്തിൽ അവൻ അഭിമുഖീകരിച്ച പ്രശ്നങ്ങൾ കുറച്ചൊന്നുമല്ല. but if you look at Paul's life, the problems that Paul had to face in his ministry was not small. Lot of challenges, A lot of challenges, lot of problems, a lot of problems, lot of a persecution, lot of persecution, lot many enemies, many enemies, lot of hindrances. a lot of hindrances. Hallelujah. 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 1 Corinthians chapter 11 verse 23. 1 Corinthians 11:23. എന്താണ് അത് പറയുന്നത്? What it says? For I received from the Lord I received from the Lord. what I also passed on to you. ഞാൻ അതായത് 11:20 അതായത് 2 കൊരിന്ത്യർ ഞാൻ പറഞ്ഞു, സോറി 2 കൊരിന്ത്യർ 11:23. 2 Corinthians chapter 11 verse 23. The servants of Christ, Yeah, dear servants of Christ. I am out of my mind to talk like this. I'm a mad person. He's saying, I'm like a mad person. എനിക്കത് വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. വായിച്ചാട്ടെ. I am out of my mind. ആരാ പറയുന്നത്? So who is saying all these scriptures? I am out of my mind. ആരാണ് പറയുന്നത്? Who is saying these scriptures? A man of God. A man of God is saying A these man words. who trusted in God. A man who trusted in the God is saying all these verses. Hallelujah. The man who saw the hallelujah blessing of God. The man who does the will of the Lord. ദൈവ വിളിയുള്ളവനാണ് ഇത് പറയുന്നത്. He is the man that has the call of the Lord. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് ഇത് പറയുന്നത്. The one that is saying these scriptures are the one who's been I am out selected of by my the- mind to talk like this. He says, I am out of my mind to talk like this. കാരണം അത്രമാത്രം frustration എന്റെ ജീവിതത്തിൽ വന്നിട്ട് Because he's so frustrated with his own life. എന്നാണ് അവിടെ പറയുന്നത്? വായിച്ചാട്ടെ. What is he saying here? I have worked. I have worked much harder, ഞാൻ അധികം അധ്വാനിച്ചിട്ടുണ്ട്. I have worked much harder, been in prison more frequently, Been in prison more frequently, not once, more frequently. been flogged more severely, and have been exposed to death again and again. 5 times I received from the Jews the 40 slashes, minus one. 3 times I was beaten with rods. Once I was pelted with stones. 3 times I was shipwrecked. I spent a night and a day in the open sea. I have been constantly on the move. I have been in danger from rivers, in dangers from bandits, in danger from the fellow Jews, in danger from Gentiles, in danger in the city, in danger in the country, in danger at sea, and in danger from the false believers. I have labored and toiled and have often gone without sleep. I have known hunger and thirst and have often gone without food. I have been cold and naked. Besides everything, I face daily the pressure of my concerns for all the children. ആമേൻ. കണ്ടില്ലേ, ഇവിടെ ഒരു ഭക്തനെയാണ് നമ്മൾ കാണുന്നത്. here you see a man of God. ഹല്ലേലൂയ. അദ്ദേഹം പറയുക, And here the man of God is എന്റെ saying, ഓട്ടത്തിൽ ഞാൻ പെട്ട പാടുകൾ കുറച്ചൊന്നുമല്ലെന്ന്. and he's saying that in this race that I was running, I faced not just small troubles but great troubles. ഹല്ലേലൂയ. ഞാൻ ഏറ്റവും കൂടുതൽ അധ്വാനിച്ചവനാണ്. He said, I am the one who labored the അധിക most. പ്രാവശ്യം തടവിൽ ഞാൻ He അടക്കപ്പെട്ടവനാണ്. said, I have been imprisoned many a time. അനവധി അടികൊണ്ടവനാണ്. I have been lashed many times. പലപ്പോഴും പ്രാണഭയത്തിലേ ഞാൻ ആയിരുന്നു. Many times I was in the fear of death. 3 വട്ടം കപ്പൽ ഛേദിക്കപ്പെട്ട അനുഭവത്തിൽ ഞാൻ കടന്നുപോയി. 3 times I was in a shipwreck. നദികളുടെ ആപത്ത് ഞാൻ ഫേസ് ചെയ്തു. I have faced the troubles of the seas. കള്ളന്മാരുടെ ഹല്ലേലൂയ, അതായത് കള്ളന്മാരുടെ ആപത്ത് എനിക്കുണ്ടായിരുന്നു. I had faced the difficulties from bandits, robbers. ഹല്ലേലൂയ. അതുപോലെ സ്വജനത്തിന്റെ ആപത്ത് എനിക്കുണ്ടായിരുന്നു. I have faced troubles from My own people. my own people. ഏത് ആപത്തും ഓക്കെയാണ്, പക്ഷെ സ്വജനത്തിൽ നിന്ന് വരുന്ന ആപത്ത് ഇച്ചിരി ബുദ്ധിമുട്ടല്ലേ? Any troubles are okay, but when the troubles come from your own people, it's harder. Hallelujah. Hallelujah. We say for everything that we will face, anything that comes outside,
that we face from the outside, but from inside if something comes. Just imagine from outside we can face troubles, but what happens when it comes from the inside? അല്ല പൗലോസ് പറയാ ഉള്ളിൽ എനിക്ക് അങ്ങനത്തെ And he's നെരുക്കുണ്ടായി. saying from inside. കൂടെ നിന്നവർ എന്റെ കൂട്ടു സഹോദരന്മാരിൽ നിന്ന് എനിക്ക് പ്രശ്നം. And he's saying that the people that are with me, I'm having trouble. എന്റെ ഓട്ടം അത്ര സുഖകരമായ ഓട്ടമല്ല. And Paul is saying the race I'm running is not a comfortable race. ഹല്ലേലൂയ. Hallelujah. കാട്ടിലെ ആപത്ത് എനിക്കുണ്ടായിരുന്നു. I had troubles from the forest. കടലിലെ ആപത്ത് I എനിക്കുണ്ടായിരുന്നു. had troubles from the sea. അധ്വാനം, പ്രയാസം, ഹല്ലേലൂയ, ഉറക്കളപ്പ്, പൈരാഹം, പട്ടിണി, നഗ്നത എല്ലാം എനിക്കുണ്ടായിരുന്നു. I have faced thirst, hunger, and starvation. I have faced all of them. Still I didn't care of my life. Still, I didn't care of my life. I started running my race trusting in the merit of God. I started running this race. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് പറയാൻ കഴിയും ജീവിതത്തിൽ എന്ത് വന്നാലും എന്നെ യേശുപ്പച്ചനെ മുറുകെ പിടിക്കും. How many of you sitting in this place today will be able to say the same thing, that whatever comes in my life, I will run this race that the Lord has called me to run. Hallelujah. 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 I will hold on to him. I will hold on to him. Hallelujah. I will trust in his goodness. I will trust in his goodness. Hallelujah. അവൻ എനിക്ക് ദോഷമായി ഒന്നും ചെയ്യില്ല. And I know he will never do anything ill to me. Hallelujah. Hallelujah. ദൈവം എനിക്ക് ദോഷമായി ഒന്നും ചെയ്യുകയില്ല. And I know in my heart that God will not do anything ill. എന്റെ പ്രാണനേക്കാളും വലിയതാണ് എനിക്ക് പ്രാണൻ നൽകിയവൻ. And it's for me more than my life. It's important to know the one who has given me life. ഞാൻ അവന് വേണ്ടി ഓടുമെന്ന്. And it is my responsibility. And കഷ്ടതയിൽ അവന് വേണ്ടി നിൽക്കുമെന്ന്. even in troubled times I will run for him. അല്ലെങ്കിൽ പ്രയാസത്തിൽ അവന് വേണ്ടി നിൽക്കുമെന്ന്. Even in difficult times I will run for him. ആപത്തുകൾ വരുമ്പോൾ ഞാൻ അവന് വേണ്ടി നിൽക്കുമെന്ന്. And even when troubled times come, I will run for him. Galatians chapter 2 verse 2 ഇങ്ങനെയാണ് പറയുന്നത്. Galatians chapter 2 verses 2 says, ഓടുന്നതും ഓടിയതും വെറുതെ ആയി പോകരുത് എന്ന് ഞാൻ കണ്ടു ഓടുകയാണ്. it says, Galatians chapter 2 verses 2 says, I went in response to a revelation and a meeting privately that they estimated as a leader. I presented to them. I wanted to be sure I was not running and had not been running my race in vain. അത് വൃഥാവാകരുത്. എന്റെ ഓട്ടവും ഞാൻ ഓടിയതും ഇപ്പോൾ ഓടുന്നതും അതൊന്നും എന്താകരുത്, വൃഥാവാകരുത്. That Paul is saying that the race that I'm running and the race I'm wanting to run, I don't want any of these races to be in vain. Amen. 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 Look at that. Hallelujah. പൗലോസിന്റെ ജീവിതം നോക്കിയേ. Look at Paul's life. പൗലോസ് പറയുകയാ, Paul is telling, ഞാൻ ഇന്നലകളിൽ ഓടിയതും ഇപ്പോൾ ഞാൻ ഓടുന്നതും ഒന്നും വൃഥാവാകരുത്. and he's saying that the race that I've run in the past and the race that I'm running now, nothing should be in vain. Hallelujah. Hallelujah. ക്രിസ്തീയ ഓട്ടത്തില് ഹല്ലേലൂയ നമ്മുടെ പ്രാർത്ഥനയും പാട്ടും ആരാധനയും ദൈവത്തെ മക്കളോടുള്ളതായിരിക്കുന്ന ഫെലോഷിപ്പ്, സഭയിൽ കടന്നു വരുന്നതും അധ്വാനിക്കുന്നതും ഹല്ലേലൂയ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നതും ഒന്നും വൃഥാവാകരുത്. ഹല്ലേലൂയ. അതിനു വേണ്ടി അങ്ങനെ ഞാൻ ഓടും. That ഹല്ലേലൂയ. you and I should say that I will run this race, that coming to a church, doing things for the Lord, whatever I do for the Lord will not be in vain. It will not go in It vain. will not go in vain. എല്ലാ ഞായറാഴ്ചകളിലും പ്രിയ brother Mark and Suzette will carry these other instruments and come here and play. അതൊന്നും വൃഥാവാകത്തില്ല. The Lord is saying that you carry Hallelujah. instruments and coming and playing it here will not go in vain. Hallelujah. People come, hallelujah, early in the morning, coming here and setting up things will not go in vain, I say. People come and Hallelujah. set up the church, whatever you do will not go in vain. Hallelujah. Coming from all the way from Wahi, hallelujah, driving and taking time and separating your time here, worshiping with his people will not go in vain, I say. That coming far away from Wahi and coming here and Jesus. worshiping will not go in vain. Hallelujah. Hallelujah. കർത്താവിന് വേണ്ടി നിങ്ങൾ ചെയ്യുന്നതൊന്നും വൃഥാവാകത്തില്ല. That means whatever you do for the Lord will not go to vain. Hallelujah. Hallelujah. കർത്താവിന് വേണ്ടി നീ ഓടുന്നതും അധ്വാനിക്കുന്നതും ഒന്നും വൃഥാവാകാതെ അതിന് പരിണിത അനുഗ്രഹങ്ങൾ നൽകുന്ന ഒരു നല്ല ദൈവം അത്യുന്നതങ്ങൾ നിനക്ക് വേണ്ടി വസിക്കുന്നു. ഹല്ലേലൂയ. That there is a good God that is in concern for you, for who you are running a race for Him. ഹല്ലേലൂയ. Hallelujah. അവൻ നിനക്ക് ജയം നൽകും. And He will give you the victory. ഹല്ലേലൂയ. അവൻ നിന്റെ പ്രയാസങ്ങൾക്ക് ജയം നൽകും. And He will give you the victory over your trouble. നിന്റെ പ്രയത്നങ്ങളിൽ അവൻ നിന്റെ കൂടെ ഇരിക്കും. And in your work He will be with you. നിന്റെ ആപത്തുകളിൽ അവൻ നിന്നെ കൈവിടുകയില്ല. In your difficulties and in anything that you're facing. പ്രതികൂലം വരുമ്പോൾ അവൻ നിന്നെ തളർത്തി കളയുകയില്ല.
When trouble times comes, you will not be weakened. പൗലോസിന്റെ ജീവിതത്തിൽ അടിക്കടി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. In Paul's life, there were troubles that were frequent. അവന് താങ്ങുവാൻ കഴിയാത്ത രോഗം പോലും അവനുണ്ടായിരുന്നു. He had sores that he could not even bear. അപ്പോൾ കർത്താവിനോട് അവൻ പ്രാർത്ഥിച്ചു. And then Paul prayed to the Lord. കർത്താവ് അവനോട് പറഞ്ഞു, And God said to Paul, എന്റെ കൃപ നിനക്ക് മതി. that my grace is sufficient. അത് നിന്റെ ബലഹീനതയിൽ നിനക്ക് ബലം നൽകും. And that it will strengthen you in your weakness. ഇന്ന് പകൽക്കാലം അടുത്തുള്ള ഒരു കരം കൊടുത്ത് പറഞ്ഞിട്ട് ദൈവത്തിന്റെ കൃപ മതി. And shake the hands of the person sitting next to you and say, my grace is enough. God's grace is enough for And you. God's grace is enough. God's grace is enough for you. God's grace is enough for Oh, you. hallelujah. നാണമില്ലാതെ പറഞ്ഞു, ഒന്ന് നാണമില്ലാതെ പറഞ്ഞു. Just say without being shy, shake the hands of the person. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപ മതി കേട്ടോ. And say, God's grace is enough. God's grace is enough. God's grace is enough. God's grace is enough. God's grace is ഈ enough. ജീവിതയാത്രയിൽ ദൈവത്തിന്റെ കൃപ മതിയെന്ന്. That in this life journey, God's grace is പ്രയാസങ്ങളിൽ enough. അപ്പച്ചൻ നൽകുന്ന കൃപ മതി. That even in your troubled times, His grace is enough. നീ ഒറ്റയാകുമ്പോൾ ദൈവത്തിന്റെ കൃപ നിനക്ക് മതി. When you are alone, God's grace is enough. ജനങ്ങൾ നിന്നെ തള്ളിക്കളയുമ്പോൾ ദൈവത്തിന്റെ കൃപ മതി. When people push you away, God's grace is enough. Hallelujah. Hallelujah. His grace will give you strength. His grace will give you the strength. It's just like a booster dose and an energy drink for It's you. like an energy drink for you. Hallelujah. Hallelujah. ദൈവത്തിന്റെ കൃപ. That God's grace. എല്ലാവരും ആ കൃപയിൽ ആശ്രയിച്ച്. And let all of us trust in ഓ, this ഹല്ലേലൂയ. grace. കഴിഞ്ഞ ദിവസങ്ങൾ നടത്തിയ ദൈവകൃപയെന്ന് ഓർത്തേ. Just think about this grace that has led you over the last അതിന്റെ weeks. കുടുംബത്തിന്മേൽ പകരപ്പെട്ട ദൈവകൃപയെന്ന് ഓർത്തേ. Look at the grace that is over your family. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തിയ ദൈവകൃപയെന്ന് ഓർത്തേ. Think of this grace that lifted you up from nothing. എല്ലാ അധരങ്ങളും ഒന്ന് തുറന്നാട്ടെ. Let all your hearts be open. എല്ലാ അധരങ്ങളും എല്ലാ അധരങ്ങളും എല്ലാ നാവുകളും തുറന്നാട്ടെ. Let your tongues and mouths ഓ, open. ചില നിമിഷങ്ങൾ ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ആ കൃപയിൽ നിന്ന് ആശ്രയിച്ച്. For some time, let's open your mouth and thank you. ഹല്ലേലൂയ. ആ കൃപയിൽ ആശ്രയിച്ച് And trust in His grace and praise എല്ലാ the നാളുകളും grace. ഒന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. Let's thank the Lord. Thank you Lord. നന്ദി പിതാവേ, നന്ദി പിതാവേ. Say thank you, Lord. പറഞ്ഞാട്ടെ Say it loudly and say thank you, Lord, for the grace. പറഞ്ഞാട്ടെ കൃപയെ ഒന്ന് Thank you, Lord, സ്തുതിച്ച്. for the grace. ദൈവ കൃപയെ ഒന്ന് ഓർക്ക്. ദൈവ കൃപ, Think ആ of the പ്രൊട്ടക്ഷൻ, grace that ആ പ്രൊവിഷൻ, ദൈവത്തിന്റെ അത്ഭുതങ്ങൾ, ആ ദൈവ കൃപയെ ഒന്ന് ഓർത്ത്. Think of the grace that is over your family. നന്ദിയോടെ കരകൾ അടിച്ച് ദൈവം നടത്തിയ വിധങ്ങൾ. Thank you, Holy Spirit. Thank you, Lord. Thank you, Holy Master. ഓ, നിന്റെ പിന്നിൽ പ്രവർത്തിച്ച ദൈവകൃപ, A grace that worked in the background. ആരും കാണാതെ നിനക്ക് തുണ തന്ന ദൈവകൃപ. A grace that gave you strength when no one saw it. ഹല്ലേലൂയ. Hallelujah. കുപ്പയിൽ നിന്ന് ഉയർത്തി പ്രമുഖന്മാരോട് ഇരുത്തുന്ന ദൈവകൃപ. A grace that lifts you up from the mighty clay and puts you on the among the great people. Hallelujah. Hallelujah. It's such a wonderful grace of God. It's such a wonderful grace of the Lord. Hallelujah. Hallelujah. നിനക്കത് എൻജോയ് ചെയ്യാൻ കഴിയുന്നുണ്ടോ? Are you able to enjoy this grace? ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ അതിനെ അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? Are you able to experience this grace in your life? ഹല്ലേലൂയ. Hallelujah. ദൈവത്തിന്റെ കൃപയിൽ ഞാൻ ഓടും. That you will run this race in the Hallelujah. grace that has been given. അതാണ് പൗലോസ് പറയുന്നത്. And that is what Paul is saying here. ഹല്ലേലൂയ. ഫിലിപ്പിയർ 2:16 ഇങ്ങനെയാണ് അവൻ പറയുന്നത്. Philippians chapter 2 verses 16 it says, ക്രിസ്തുവിന്റെ നാളിൽ പ്രശംസ ഉണ്ടാകുവാൻ ഹല്ലേലൂയ ഉണ്ടാകുമെന്ന് വെച്ച് ഞാൻ ഹല്ലേലൂയ ഓടുകയാണ്. that as you hold firmly to the word of life, and then I will be able to boast on the day of Christ that I did not run my labor in vain. Look at that. Hallelujah. What Paul is telling? What is Paul saying? I will be able to boast on the day of Christ. That I will be able to boast in the day of Christ. That I ran successfully. That I ran this race successfully. Hallelujah. And my God, when I stand in front of the Almighty God, and God will say, well, faithful servant. When I stand finishing this race, the Lord will say, well done, my faithful servant. Amen. Amen. Hallelujah. Hallelujah. എത്ര പേര് ആഗ്രഹിക്കുന്നു? How many of you have the desire in ഞാൻ your heart കർത്താവിന്റെ മുൻപിൽ ഇന്നൊരു ദിവസം that you and നിൽക്കുന്നു. I will stand in front of the Lord one day?
നിങ്ങൾ കർത്താവിന്റെ മുൻപിൽ ഒരു ദിവസം നിൽക്കുമെന്ന്. Let me repeat that again, that you and I will stand in front of the Lord. ഞാൻ ഇത് one day. റെവലേഷൻ പോലെയാണ് നിങ്ങളോട് പറയുന്നത്. And I'm sharing this as a revelation to you. കർത്താവിന്റെ മുൻപിൽ നമ്മൾ നിൽക്കുമെന്ന്. That you and I will stand in front of the Lord one day. ഇവിടെ ഉള്ളവർ ഓരോരുത്തരും കർത്താവിന്റെ മുൻപിൽ ഒരു ദിവസം നിൽക്കും. That you and I will stand in front of the Lord one day. അപ്പോൾ നീ പ്രശംസിക്കേണ്ട, ക്രിസ്തു നിന്നെ കണ്ട് പ്രശംസിക്കും. And you don't have to boast about yourself, but God will boast about you. ഹല്ലേലൂയ. Hallelujah. എത്ര പേർക്ക് അത് ആഗ്രഹമുണ്ട്? How many of you desire that? One day I will stand in front of my That God. one day I will stand in front of And the my Lord. God will start boasting about my looking at my And life. God will start boasting by looking at അതുകൊണ്ട് പൗലോസ് പറയുന്നത് ക്രിസ്തുവിന്റെ നാൾ വരും, അപ്പോൾ അവന്റെ മുൻപിൽ ഞാൻ നിൽക്കുമ്പോൾ അവനിൽ നിന്ന് പ്രശംസ And എനിക്കുണ്ടാകും. that's what Paul is saying in these scriptures, as hold firmly to the word of life, and then I will be able to boast on the day of Christ. I will not run my Philippians race. chapter 3 verse 14 ഇങ്ങനെയാണ് പൗലോസ് പറയുന്നത്, പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഞാൻ ഓടുന്നു. And in Philippians chapter 3 verses 14 it says, 14 says, I press on towards the goal to win the prize for which God has called me in heavenward in Christ Jesus. ആമേൻ. Amen. ഒരു പരമവിളിയായത്. That this is a divine calling എന്നെ ദൈവം വിളിച്ചു. that God has called you. എത്ര ഒരു സന്തോഷം. How many of you are happy that God has called you? സന്തോഷമുണ്ടോ? Are you really happy that God has called you? സന്തോഷമുണ്ടോ? Are you really happy that God has അടുത്തുള്ളവർ ആരും കൊടുത്തൊന്ന് ചോദിക്കുക, are you happy? Are you happy? Shake the hands of the person sitting next to you and ask this Are question. you happy Are you happy about the calling of Are you God happy about the calling of upon God your life? upon your life? Are you happy? Are you happy? I am happy. I am happy. I'm happy today. I'm happy today That God elected me. that God elected me. That God called me. God called me. God separated me That God separated me for a great plan and great purpose. for a great plan and a great purpose. Hallelujah. Hallelujah. ദൈവത്തിന്റെ വിളിയാണ് എൻ്റെ ഉള്ളിൽ. That is what is in you. ഈ is the divine ഓടുന്നതിന്റെ calling. പിന്നിൽ ദൈവം എന്നെ വിളിച്ചത് കൊണ്ടാണ്. The reason that you run this race is because God has called you. Hallelujah. Hallelujah. 1 Corinthians chapter 9:26 ൽ പറയുന്നത് ഇങ്ങനെയാണ്. 1 Corinthians 9:26. I do not run aimlessly. It says that I do not run aimlessly. Hallelujah. Hallelujah. ഞാൻ നിശ്ചയത്തോടെയാണ് ഓടുന്നത്. And I will run. It says, therefore, I do not run like someone running aimlessly. There are people who run aimless. There are people who run aimless. Look at the world. Look at the world. Look at your neighbors. Look at your neighbors. Look at your friends. Look at your friends. They all run, They all run, but they run aimlessly. but they run aimlessly. But today we run not aimlessly with an aim. But we do not run aimlessly, but we run. നമുക്കൊരു ലക്ഷ്യമുണ്ടെന്ന്. But we have an aim. ലക്ഷ്യമില്ലാത്തവരൊക്കെ ഓടുന്ന സ്ഥലത്ത് നീ ജോലി ചെയ്യുമ്പോൾ ലക്ഷ്യമുള്ളവളായി ജോലി ചെയ്യുക. But you might be working in a place where all the people around you might be working without an aim, but you work with an aim. അവർക്കൊരു എയിം ഉണ്ട്. They all have an aim. അവരുടെ കുടുംബത്തെ പരിപാലിക്കണം. That their aim is to provide for their family. ഹല്ലേലൂയ. അവരുടെ കുടുംബത്തെ ഒരു ലെവലിലേക്ക് കൊണ്ടുവരണം. Their aim might be to lift up their family to a certain level. അല്ല, അങ്ങനത്തെ എയിം നല്ല എയിം ഒക്കെയാണ്. It is good to have those aims as well. എന്നാൽ അതിനേക്കാൾ ഉപരിയായി നമുക്കൊരു എയിം ഉണ്ടല്ലോ. But before, above everything else, that you and I have an aim. നമ്മുടെ എയിമിനെ ലക്ഷ്യമാക്കുക. And that aim is what you need to aim for. ഹല്ലേലൂയ. Hallelujah. 2 Timothy chapter 4:7 ഇങ്ങനെയാണ് പറയുന്നത്. 2 Timothy chapter 4:7 says, ഞാൻ എൻ്റെ ഓട്ടത്തെ തികക്കത്തക്ക വിധത്തിൽ ഞാൻ ഓടുന്നു. it says that for I have fought the good fight, I have finished the race, I have kept the faith. Hallelujah. Hallelujah. Oh, 1 Corinthians chapter 9 verse 24 ൽ ഇങ്ങനെയാണ് 1 പറയുന്നത്. Corinthians chapter 9:24 says, Hallelujah. അത് നമ്മളോടുള്ള പ്രബോധനമാണ്. it is to us as a church. എന്നാണ് വായിച്ചേ? Do you not know that in a race all the runners run, but only one gets the prize? Run in such a way as to get the prize. Run in such a way as to get the prize. Hallelujah. നിങ്ങൾ എങ്ങനെ ഓടണ്ടേ? So how should you run this race? Hallelujah. നിങ്ങൾക്ക് ഈ പറയുന്ന, അതായത് നിങ്ങളും പ്രാപിക്കത്തക്കവണ്ണം ഓടണം. You should run this race so that you also receive the prize. Hallelujah. 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 പൗലോസ് പറയുന്നത്, ഞാൻ ഓടുകയാണ്, Here Paul is saying, I'm running this race. നിങ്ങളും കൂടെ ഓടണേ. He's saying that you also run with me. I'm running. I'm running. I'm in the race. I'm already in the race. I encourage you also to run with me. And I also encourage you also to run. അതുകൊണ്ടാണ് Hebrews chapter 12 verse 1 ൽ പറയുന്നത്, That's why it says Hebrews ആകയാൽ നാമും, therefore, That's why it says Hebrews chapter 12. therefore since we are
Therefore, since we ആകയാൽ നാമും അങ്ങനത്തെ ഒരു പ്രയോഗം അവിടെ പറഞ്ഞിരിക്കുന്നത്. Therefore, ആകയാൽ നാം. And that is why the word therefore is used. Hallelujah. നാം എന്നുള്ള പദം അവിടെ ഉണ്ട്. We. Hallelujah. Therefore, since we. Since we. നാമും. It says we. Hallelujah. ഞാനെന്നല്ല. It doesn't say I. നാം. It says we. നാം എല്ലാവരും. That means we all together. Bethel Garden City Church. That Bethel Garden City Church. നാം എല്ലാവരും. That we all together. Hallelujah. Hallelujah. പൗലോസിന്റെ ഭാഷാശൈലി വളരെ സുന്ദരമാണ്. Because the language, that the writing style of Paul is very notable. കാരണം എല്ലായിടത്തും സിംഗുലർ ഉപയോഗിക്കുന്ന കുറവാണ്. Because he never uses singular words. It's very rare. It's very rare. Hallelujah. But he always include all his fellow believers. And normally mostly when he writes, he always includes fellow believers. Romans chapter 8 verse 24 ഇങ്ങനെയാണ് അവൻ പറയുന്നത്. Romans 8:24. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചവരാകുന്ന നാം. Hallelujah. In this hope we were saved. So we were saved. But hope that is seen is no hope at all. Hallelujah. It says, for in this we hope we are saved, but hope that is seen is no hope. Hallelujah. Who hopes for what is already had. അവിടെയും പറയുന്നത് നാം എന്ന പദപ്രയോഗമാണ്. It says the word that is used is we. Hallelujah. 1 Corinthians chapter 10:6 ൽ പറയുന്നത് 1 Corinthians 10:6 says, അവർ മോഹിച്ചതുപോലെ നാമും ദുർമോഹികളായി മാറരുത് എന്ന് കണ്ട്. It says, now in these things has occurred as example to keep us from setting our hearts. Keep us, see us. Hallelujah. All plural. All plural. Hallelujah. Everywhere he wanted to stress on plural. He wants to stress on plural. Amen. Hallelujah. Galatians chapter 4:3 ൽ പറയുന്നത് Galatians chapter 4:3. അതുപോലെ നാം ശിശുക്കളായിരുന്നു പോലെ എന്ന് പറയുന്നു എന്ന് അവിടെ നമ്മൾ നോക്കും. In Galatians also you can see, so also when we were underage, we were once we were നമ്മൾ ഒരിക്കൽ ഇപ്പോൾ ശിശുക്കളല്ല, പണ്ട് ഞങ്ങൾ ശിശുക്കളെ പോലെയായിരുന്നു. It is like once we were. Titus chapter 3:3 ൽ എന്താ പറയുന്നത്? Titus chapter 3:3 അവിടെ പറയുന്നത് മുമ്പേ നാമും ബുദ്ധിക്കെട്ടവരായിരുന്നു എന്ന് പറയുന്നുണ്ട്. It says at once we were too foolish. We were. Everywhere Paul is using plural. Everywhere Paul is using plural. Hallelujah. അപ്പോൾ ശ്രദ്ധിക്കണം, ഇവിടെയും പറയുന്നത്, ഇവിടെ ഒരു പദപ്രയോഗം പറയുന്നു, നാം സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം. It says that we are a group of great testimony. Hebrews chapter 12:1. Therefore, since we are surrounded by such great clouds of witness. Hallelujah. Hallelujah. Thank you Lord. Hallelujah. അവിടെ സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കണ്ട അർത്ഥം അവരുടെ ജീവിതത്തെയാണ് അത് പ്രതിപാദിക്കുന്നത്. So what it means is that it showcases their life. Hallelujah. Hallelujah. സാക്ഷികളുടെ സമൂഹം. That means a cloud of witnesses. Amen. Amen. നമുക്ക് മുൻപിലായി കടന്നു പോയിട്ടുണ്ട്. That they have passed. ഹീബ്രു ചാപ്റ്റർ 11 മുഴുവനും നമ്മൾ അവരുടെ ജീവിതത്തെ കുറിച്ച് പഠിക്കുന്നു. And in Hebrews chapter 11, the previous chapter, when you സാക്ഷികളുടെ സമൂഹം അവിടെ പറയപ്പെട്ടിരിക്കുകയാണ്. you read about the testimony of the witnesses. Hallelujah. അതെ, എന്തിനാണ് അറിയാമോ അത് പറയുന്നത്? Do you know why he says about testimony? നിങ്ങൾ ഓടുമ്പോൾ that when you run, ഇവരെ ഒന്ന് ഓർക്കണം. that you need to remember these witnesses. സാക്ഷികളുടെ നമ്മുടെ സമൂഹം ഉണ്ടല്ലോ, അവരെ ഒന്ന് ഓർത്തോണ്ട് വേണം ഓടാൻ. That means when you run, you need to remember the witnesses that have run before you. Amen. Amen. Hallelujah. Hallelujah. അവരുടെ ജീവിതത്തെ അത് കാണിക്കുകയാണ്. And it shows their life. Hallelujah. Hallelujah. Thank you Lord. Thank you Lord. ഹീബ്രുവിൽ ഒരു വചനമുണ്ട് കേട്ടോ. In Hebrews there is a verse. 13:7 In 13 verse 7. നിങ്ങളോട് വചനം പ്രസംഗിച്ചവരെയും നിങ്ങളെ നടത്തിയവരെയും എപ്പോഴും ഓർത്തു വേണം ഓടാൻ. And it says that remember your leaders who spoke the word of God to you. Consider the outcome of their way It of is life. always good to have witnesses around us. It's always good to have witnesses around us. അവരൊന്ന് നോക്കണം. You need to look at them. അവർ ഓടിയ ഓട്ടത്തെ ഒന്ന് നോക്കണം. And look at the race that they have run. ക്രിസ്തീയ ജീവിതത്തിൽ ക്ഷീണം തോന്നുമ്പോഴൊക്കെ ഓടിയവരെ ഒന്ന് ഓർക്കണമെന്ന്. And whenever you experience tiredness in this Christian race, look at the people that have run before you. എന്താണ് വിശ്വാസ വീരന്മാരെ ഓർക്കണമെന്ന് പറയുന്നതിൽ അർത്ഥമാക്കുന്നത്? So what does it mean when you have to remember the people that have അവർ ചെയ്ത വിശ്വാസത്തിന്റെ പ്രവൃത്തികളെ ഓർക്കണം. You need to remember the faith actions that they took to run their ഹാബേലിനെ ഒന്ന് നോക്കിയേ. Look at ഹാബേൽ Abel. വിശ്വാസത്തിന്റെ ആരാധന അവൻ ചെയ്തതായി ഇവിടെ പറയുന്നു. He did a faith offering to അതിൽ ഹാനോക്കിനെ ഒന്ന് നോക്കിയേ. Look at Enoch. വിശ്വാസത്തിന്റെ നടപ്പ് അവൻ ചെയ്തതായി കാണാം. Faithfully with
the Lord. അത് നോഹയെ ഒന്ന് നോക്കിയേ. Look at Noah. അതിൽ വിശ്വാസത്തിന്റെ പ്രവൃത്തിയാണ് അവൻ ചെയ്തത്. He did an act of faith. അബ്രഹാമിനെ ഒന്ന് നോക്കിയേ. Look at Abraham. വിശ്വാസത്തിന്റെ അനുസരണമാണ് അവൻ കാണുന്നത്. Obeyed faithfully to the Lord. സാരയെ ഒന്ന് നോക്കിയേ. Look at Sarah. അത് വിശ്വാസത്തിന്റെ എണ്ണലാണ് അവൾ ചെയ്തത്. She counted the faithfulness of the Lord. ഹല്ലേലൂയ. ഇസഹാക്കിനെ ഒന്ന് നോക്കിയേ. Look at Isaac. അതിൽ വിശ്വാസത്തിന്റെ അനുഗ്രഹം അവന്റെ മേൽ വന്നതാണ് കാണുന്നത്. The blessing of faithfulness. യാക്കോബിനെ ഒന്ന് നോക്കിയേ. Look at Jacob. വിശ്വാസത്തിന്റെ ഏറ്റെടുക്കൽ, ആത്മദാനത്തെ ഏറ്റെടുക്കുന്നത് നാം കാണുന്നത്. He received what he received by faith. ഹല്ലേലൂയ. യോസേഫിനെ ഒന്ന് നോക്കിയേ. Look at Joseph. വിശ്വാസത്തിന്റെ അധികാരം ഏറ്റെടുത്തവനാണ്. He received power by faith. അതിൽ മോശെ ഒന്ന് നോക്കിയേ. Look at Moses. വിശ്വാസത്തിന്റെ നിർഭയത്വമുള്ളവനാണ്. That he became the pinnacle of faith. ഹല്ലേലൂയ. രാഹാബിനെ ഒന്ന് നോക്കിയേ. Look at Rahab. വിശ്വാസത്തിന്റെ വിജയമാണ് അവൾ ചെയ്തത്. She became victorious by the faith. ഹല്ലേലൂയ. ഗിദെയോനെ ഒന്ന് നോക്കിയേ. Look at Gideon. വിശ്വാസത്തിന്റെ വിടുതൽ അവൻ He അനുഭവിച്ചവനാണ്. experienced the victory by faith. ബാരാക്കിനെ ഒന്ന് നോക്കിയേ. Look at Barak. വിശ്വാസത്തിന്റെ അത്ഭുതം അവനിൽ കാണാം. He saw the miracle of faith. സിംസോനെ നോക്കിയേ. Look at Samson. വിശ്വാസത്തിന്റെ ശക്തി അവനിൽ Experienced the strength of faith. ദാവീദിനെ ഒന്ന് നോക്കിയേ. Look at David. വിശ്വാസത്തിലുള്ളവന്റെ ദൈവാശ്രയമാണ് കാണുന്നത്. You saw the trust in the Lord in this faith. ശമൂവേലിനെ ഒന്ന് നോക്കിയേ. Look at Samuel. വിശ്വാസത്തിന്റെ ആർജവം അവനിലുള്ളതായി കാണാം. And you can see the thirst because of this faith that he had. Hallelujah. Hallelujah. Those are written in the chapter 11. Those are all written in chapter 11 of So Hebrews. നിന്റെ ജീവിതം നീ നയിക്കുമ്പോൾ, So when you lead your life, ആത്മീക ജീവിതത്തിൽ ക്ഷീണം തട്ടുമ്പോൾ, when Christian life becomes tired and അവരെ weary, ഒന്ന് നോക്കണമെന്ന്. you need to reflect on these people. ഹല്ലേലൂയ. നമ്മുടെ പരമാർത്ഥ ഹൃദയത്തെ ഒന്ന് ഓർത്തേ. So look at your hearts carefully. പലപ്പോഴും നമ്മൾ എത്ര ശക്തരാന്ന് പറഞ്ഞാലും വീണു പോകാറില്ലേ? No matter how much you say you are strong, there are times in your life where you fall down. അല്ലേ? Haven't you ever ഞാൻ fallen എന്റെ down? ചിന്തകളെ നിർത്താൻ പോകുകയാണ്. I'm going to conclude my sermon. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ എത്ര പവർഫുൾ ആണ് നമ്മൾ പറഞ്ഞാലും there will be time. Hallelujah. You will lose your strength. No matter, there might be times in your life where you might say you are strong, but there Lord, are times- enough, Lord. and you might say, Lord, enough. Lord, enough, Lord. Lord, enough, Lord. Why, Lord, this is to me? Why, Lord, is this to me? Why, Lord, this is to my family? Why, Lord, is this to my family? Why, Lord, this is to my children? Why, Lord, is this to my children? Why, Lord, I experience the experience of wilderness in my life? Why do I experience wilderness in my life? Look at those who gone by. Look at those who have gone. They all ran the race with faith. They all ran the race with faith. അവരെല്ലാം വിശ്വാസത്തോടെ They ഓടിയവരാണ്. all ran the race with faith. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുകയാണ്. Today morning, the Holy Spirit is reminding അത് us നമ്മുടെ ആത്മീക ജീവിതത്തിന് ക്ഷീണം തട്ടുമ്പോൾ നമ്മൾ അവരെ ഒന്ന് ഓർക്കുക. that when your spiritual life is tired, remember the witnesses that went before you. ഹല്ലേലൂയ. ഇബ്രിയർ 11 അധ്യായത്തിന്റെ 33 വായിച്ചു കഴിഞ്ഞാൽ അവർ വിശ്വാസത്തിൽ ചെയ്തെടുത്ത പ്രവൃത്തികളെ കാണാം. If you read Hebrews chapter 11, the whole verses, you will chapter. അവർ വിശ്വാസത്തോടെയാണ് ചെയ്തത്. You will understand they all did വാളിന്റെ it. ശക്തിയാലല്ല, They did not do it by the power of the sword. അവരെ സൈന്യത്തിന്റെ ബഹുത്വത്താലല്ല, They didn't do it by the power of their army. വിശ്വാസത്തോടെ. By the steps of എല്ലാവരും faith. പറഞ്ഞു by faith. By faith. പറഞ്ഞു by faith. Say it after me, by faith. By faith. By faith. വിശ്വാസത്തോടെ രാജ്യങ്ങളെ അവർ അടക്കി. By faith they conquered countries. ആ വിശ്വാസത്തോടെ അവർ നീതി നടത്തി. By faith they walked in righteousness. വിശ്വാസത്തോടെ വാഗ്ദത്തം പ്രാപിച്ചു. By faith they took what this promised. വിശ്വാസത്തോടെ സിംഹത്തിന്റെ വായെ പൂട്ടി. By faith they shut the mouth of lions. വിശ്വാസത്തോടെ തീയുടെ ബലത്തെ കെടുത്തി. By faith the power of fire was dimmed. Hallelujah. Hallelujah. Oh, thank you, Lord. Thank you, Lord. വിശ്വാസത്തോടെ വാളിന്റെ വായിൽ നിന്ന് അവർ തെറ്റി ഒഴിഞ്ഞു. And by the faith they escaped from the mouth of the sword. Hallelujah. വിശ്വാസത്തോടെ ബലഹീനതയിൽ അവർ ശക്തി പ്രാപിച്ചു. And by faith, even in their weakness, they were strengthened. ഹല്ലേലൂയ. വിശ്വാസത്താൽ യുദ്ധത്തിൽ അവർ വീരന്മാരായി മാറി. And by faith, even in war, they were strong. ഹല്ലേലൂയ. Hallelujah. വിശ്വാസത്തോടെ അന്യരെ അവരുടെ രാജ്യത്ത് നിന്ന് ഓടിച്ചു. And by faith, they were able to. എല്ലാ മഹത്തായ കാര്യമല്ലേ. They did all great things. 2026 In 2026. പരിശുദ്ധാത്മാവിൽ ഞാൻ പറയട്ടെ, And let me tell you in the Holy Spirit നിങ്ങൾ വിശ്വാസത്താൽ ചിലത് നേടിയെടുക്കാം. that you are going to achieve certain things by faith. ഇതൊരു പ്രൊഫറ്റിക്കൽ
ഒരു വോയിസ് പോലെ റിസീവ് ചെയ്തു. This is a prophetical voice in യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, that in Jesus' powerful, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ Jesus' powerful നിങ്ങളുടെ ജീവിതമായി ഇന്ന് പകൽക്കാലം ഒരു ഹല്ലേലൂയ പ്രവചനാത്മാവിൽ കൂടി പറയുകയാണ്, നിങ്ങൾ വിശ്വാസത്തോടല്ലേ ചില നേട്ടങ്ങൾ കൈവശമാക്കാൻ പോകുന്നത്. that today morning, and let me tell you prophetically that the Holy Spirit is ready, that in 2026 by the faith steps you are going to achieve certain things in life, ചിലതെല്ലാം നിങ്ങളുടെ കണ്ണുകൾ കാണുമെന്ന്. and some of things your eyes will ഓ see, പരിശുദ്ധമ്മ പറയുക, നിങ്ങളുടെ കരമതിനത് തൊടുമെന്ന് and that your hands will touch. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള In Jesus' powerful name, ഹല്ലേലൂയ വിശ്വാസത്തോടെ ചില അത്ഭുതങ്ങൾ നീ കാണുമെന്ന്. that by faith you will see great miracles. ഓ ഹല്ലേലൂയ. Hallelujah. അല്പസമയം ഒരു നിമിഷം എന്റെ കൂടെ എഴുന്നേറ്റ് നിന്നാട്ടെ. Can you for some time stand up with എന്റെ me? കൂടെ എഴുന്നേറ്റ് നിന്നാട്ടെ. Can you stand up with me? പരിശുദ്ധാത്മാവ് എന്നോട് പറയുകയാണ്, The Holy Spirit is telling me ഹല്ലേലൂയ ഇതിൽ ചിലവരൊക്കെ വിശ്വാസത്താലുള്ള ചില വിജയത്തെ കടിസ്ഥമാക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ് ഇടപെട്ടത്. that the Holy Spirit has said that some people in this place are going to see certain victories by the faith that they have. Only by faith. Only by faith. Only by faith. Only by faith. Not because of your power. Not because of your power. Not because that who you are. Not because of who you are. Not because the influence that you have. Not because of the influence you have. Not because of the salary that you receive. Not because of the salary that you But the receive. Lord is speaking this morning. But the Lord is speaking to you. You this morning, are going to be a winner because of the faith life. that you are going to be a winner because of the faith life. വിശ്വാസത്തോടെ ചിലതെല്ലാം നേടാൻ പോകുന്നു. That by faith you are going to receive. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ That in Jesus' powerful നിന്റെ name, വിശ്വാസത്തിനെതിരായി നിൽക്കുന്ന എല്ലാ കല്ലുകളെ ഉരുണ്ടു പോകുവാൻ കൽപ്പിക്കുകയാണ്. that any stone that is coming, that is rolling towards your blessing will be rolled out in the name of Jesus. യേശുവിന്റെ നാമത്തിൽ, In Jesus' name. യേശുവിന്റെ നാമത്തിൽ In Jesus' നീ name. കരഞ്ഞ കരച്ചിലിന് ഹല്ലേലൂയ പ്രതിയായി നിനക്ക് ഭർത്താവ് സന്തോഷത്തെ നൽകുന്ന വർഷമാണ്. That this is the year that the Lord is going to give you a blessing and a joy by the faith you have. ഹല്ലേലൂയ. Hallelujah. ഉരമകര ശന്ദനയന്ദന. ഓ എല്ലാവരും ആത്മാവിൽ ഒന്ന് പ്രതികരിച്ചേ. Let's respond in the Holy ഹല്ലേലൂയ. Spirit. ഞാൻ ഇന്ന് പകൽക്കാല പ്രസംഗമല്ല എന്റെ മുഖ്യ വിഷയം. Today morning the preaching is not my main അതിൽ topic, വിടുതലാണ് വിഷയം. but my main, ഓ ഞാൻ ആത്മാവിൽ കാണുകയാണ് ഇവിടെ ഒരു വിടുതൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. and I see that in my spirit that is setting free. ഓ ഹല്ലേലൂയ ഒരു വിടുതൽ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. Setting free is happening in this ഓ place. ആത്മാവിൽ പ്രതികരിച്ചാട്ടെ. And respond in the power of the വിശ്വാസത്തോടെ Holy Spirit. സ്തോത്രം പറയുവാൻ By കഴിയുന്നവർ faith സ്തോത്രം പറയട്ടെ. by responding faith. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ That in Jesus' powerful name. എല്ലാവരും അല്പസമയം By the Holy Spirit. വിശ്വാസത്തോടെ കൽപ്പിച്ചാട്ടെ. By faith ഓ, respond. നിന്റെ മുന്നിൽ നിൽക്കുന്ന ഏത് ഹല്ലേലൂയ ഭവനമാണെങ്കിലും ഇന്ന് പകൽ വിശ്വാസത്തോടെ കൽപ്പിച്ചാട്ടെ. നാളിൽ അധികാരത്തെ പരിശുദ്ധാത്മാവ് That by faith we proclaim by faith that you will set free, you will receive the victory. ഓ വിശ്വാസത്തോടെ ചില പ്രതികരണങ്ങൾ ഭവനത്തിൽ പരിശുദ്ധാത്മാവ് അതിൽ നടത്തുന്ന ആത്മാവിനെ കാണുകയാണ്. That in my spirit I see that the Holy Spirit is doing some faith actions in your home. ഓ ഹല്ലേലൂയ റിസീവ് ചെയ്താട്ടെ. And receive this. യേശുവിന്റെ നാമത്തിൽ റിസീവ് ചെയ്താട്ടെ. Receive this by faith. കുടുംബത്തിലെ എതിരായി നിൽക്കുന്ന ഏത് ശക്തിയുണ്ടെങ്കിലും ഇന്ന് പകൽ അതിനെ നിന്റെ വിശ്വാസത്താൽ ഇത് വനത്തോട് നേട്ടത്തെ പരിശുദ്ധാത്മാവ് ഉൾക്കൊള്ളാശിക്കുകയാണ്. That in your family you are going to get certain victories. Receive it by the faith of Jesus. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. യേശുവിന്റെ നാമത്തിൽ In Jesus' യേശുവിന്റെ name. നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ അധികാരത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നതാണ്. അധികാരത്തിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. അധികാരത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അവരുടെ മക്കളുടെ ജീവിതത്തെ തുറക്കേണ്ട ഏത് വഴിയാണോ അധികാരത്തോടെ കൽപ്പിക്കുകയാണ്. തുറന്നു വരട്ടെ, തുറന്നു വരട്ടെ, തുറന്നു വരട്ടെ, തുറന്നു വരട്ടെ. യേശുവിന്റെ നാമത്തിൽ ഒരു അത്ഭുതത്തിന് വേണ്ടി ഇന്ന് മുതൽക്കാല കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സമർപ്പിക്കട്ടെ. Let it happen to this family in the name of Jesus. Hallelujah. യേശുവിന്റെ നാമത്തിൽ, In Jesus' name. യേശുവിന്റെ നാമത്തിൽ, Jesus' name. പരിശുദ്ധാത്മാവിന് വേണ്ടി നീ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? You just have to give yourself to the Holy അതിനെ Spirit. ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. You just give yourself to the Holy പരിശുദ്ധാത്മാവിനെ Spirit. ഏൽപ്പിച്ചു കൊടുത്തേ. Just give yourself to the Holy Spirit. കർത്താവെ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞേ. And just say to the Holy Spirit, Holy Spirit, പരിശുദ്ധാത്മാവെ receive me. ഏറ്റെടുക്കണമെന്ന് പറഞ്ഞേ. Say, Holy Spirit, receive me. ഹല്ലേലൂയ. നിനക്ക് കുടുംബത്തിലുള്ള ഭാരം എന്താണെങ്കിലും കർത്താവ് ഏറ്റെടുക്കണമെന്ന് പറഞ്ഞേ. What is the burden in your family? Give it to the ഹല്ലേലൂയ. Holy നിന്റെ Spirit. കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിലുള്ള ഭാരം എന്താണെങ്കിലും ഏറ്റെടുക്കണമെന്ന് പറഞ്ഞേ. What is the burden in your family? Give it to Jesus. അതിലെ Say, കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞേ. if you have any burdens with relation to your children, give it to Jesus. റിലേഷൻഷിപ്പിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഏറ്റെടുക്കണമെന്ന് പരിശുദ്ധ If you
have any issues with relationships, give it to Jesus. Hallelujah. 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 എല്ലാ നാമം സ്തോത്രം Let പറയട്ടെ. every mouth proclaim എല്ലാ നാമം thanks and സ്തോത്രം praises. പറയട്ടെ. Let every mouth എല്ലാ നാമം proclaim സ്തോത്രം പറയട്ടെ. praises. Let every mouth അധികാരമുള്ള proclaim praises. യേശുവിന്റെ നാമത്തിൽ Let in Jesus' name. കാറ്റിനോട് ശാസിക്കുന്ന ദൈവാത്മാവ് ഇന്ന് പകൽക്കാലം ഇവിടെ ചില വിഷയങ്ങളെ ശാസിക്കുകയാണ്. A God that commands the storms to be calm is the same God that is speaking to അധികാരമുള്ള certain നാമത്തിൽ situations. അധികാരമുള്ള നാമത്തിൽ In powerful name of നഷ്ടമായ Jesus. ചില നന്മകള്, That blessings that were lost. അത് നഷ്ടമായ ചില ബന്ധങ്ങള്, The relationships that were lost. നഷ്ടമായ ചില അനുഗ്രഹങ്ങള് The blessing that were lost. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ That in Jesus' powerful name. സംഭവിച്ചു വരട്ടെ. Let it happen again in the name of വിടുതൽ Jesus. ഉണ്ടാകട്ടെ. Let there be break free in the ശരീര name of Jesus. സുഖം വരട്ടെ. Let there be healing in the name of മനസ്സിന് Jesus. വിടുതലുകൾ ഉണ്ടാകട്ടെ. Let the minds be set free in the name of Jesus. Hallelujah. 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 സൈന്യത്തിന്റെ ബഹുത്വത്താൽ It is not by power of the might of your army. Hallelujah. കത്തിയുടെ മൂർച്ചയാൽ It is not by the power of the sword. വിശ്വാസത്താൽ മാത്രം. It is only by faith. വിശ്വാസത്താൽ മാത്രം. It is only by faith. വിശ്വാസത്താൽ It മാത്രം. is only by faith. Oh, hallelujah. 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 ഒരു സീസൺ തുറന്നു വരുന്ന ആത്മാവിൽ ഞാൻ That there കാണുന്നു. is a season that is opening up in front of you. ഒരു സീസൺ തുറന്നു വരുന്ന ഞാൻ That കാണുന്നു. a season is opening up in front of നീ you. കർത്താവിൽ ആനന്ദിക്കുന്ന ഒരു സീസൺ That a തുറന്നു season വരുന്ന is ഞാൻ coming ആത്മാവിൽ where you are കാണുന്നു. going to rejoice in the Lord. ഓ ഹല്ലേലൂയ. നീ സ്തോത്രം പറയുന്ന ഒരു സീസൺ That തുറക്കുന്നതായി there ഞാൻ is going to be a കാണുന്നു. season where you're constantly receiving യേശുവിന്റെ grace. നാമത്തിൽ. In Jesus' name. Thank you Jesus. Thank you, Jesus. Thank you Jesus. Thank you, Jesus. Thank you Lord. Thank you, Lord. നമുക്ക് മുന്നിൽ ഒരു ഓട്ടമുണ്ട്. That there is a race that is set before you. ഓ നമ്മൾ അതിന് സ്ഥിരതയോടുകൂടി. And we need to run that race faithfully. Thank you Lord. Thank you, Lord. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. All eyes closed. നമുക്ക് പ്രാർത്ഥിക്കാം. And let's pray. പ്രിയ പിതാവേ, Oh Lord, our Heavenly Father, തിരുസന്നിധിയോട് ഞങ്ങൾ അടുത്ത് we വരും. come into your presence. ഞങ്ങളുടെ ഹൃദയങ്ങളോട് അവിടുന്ന് ഇടപെട്ടതിന് നന്ദി. Thank you for speaking to our hearts. ഹല്ലേലൂയ. Hallelujah. കർത്താവേ, ഞങ്ങൾക്ക് മുമ്പായി വിശ്വാസത്തോട് ഓടിയവർ വിശ്വാസ വീരന്മാരായി പോയതുപോലെ Father God, just like how the witnesses before us ran the race faithfully, ഹല്ലേലൂയ, നമുക്ക് ഓടുവാനുള്ള കൃപ തരണമേ. Father God, give us the strength to run this race similar like that. ജീവിതത്തിന്റെ ഏത് ഇടപടികളിലും വിശ്വാസത്തോടെ ഹല്ലേലൂയ നോക്കുവാൻ ഞങ്ങൾക്ക് അതിനുവേണ്ടി കൃപ നൽകണം. Father God, at any circumstances of our life, help us look at that situation by faith അങ്ങയുടെ മക്കളെ അനുഗ്രഹിക്കണം. and bless your children. അവരെ പാർക്കുന്ന ഭവനത്തെ അനുഗ്രഹിക്കണം. Bless the house that they're living in. അവരോടിക്കുന്ന വാഹനത്തെ അനുഗ്രഹിക്കണം. Bless the car that they drive in. അവർ ജോലി ചെയ്യുന്ന ഇടത്തെ അനുഗ്രഹിക്കണം. Bless the workplaces that they work in. അവർ ബന്ധപ്പെടുന്ന വ്യക്തികളെ ബ്ലസ് ചെയ്യണം. Bless the people that they interact with. Hallelujah. ഇന്ന് പകൽക്കാലം അവിടുത്തെ നാമം ചൊല്ലി ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. Lord, in your name, Lord Father God, bless your children. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞങ്ങളോട് ഇടപെട്ടതിന് നന്ദി. Thank you for speaking to us. ഞങ്ങളുടെ നടുവിൽ ഉലാകിയതിനാൽ നന്ദി. Thank you, Father God, for you moved in our midst. അവിടുത്തെ വചനത്തിന്റെ വെളിപ്പാടുകളെ ഞങ്ങൾക്ക് അറിയിച്ചതിന് നന്ദി. Thank you, Father God, for giving the revelations from your word. അങ്ങനെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. We once again give us ഞങ്ങൾ a ഭവനത്തിലേക്ക് കടന്നു We are പോകുകയാണ്. going home. ഞങ്ങളോട് കൂടെ വരണമേ. Please come with us ഒരു വിജയകരമായ ഒരു വീക്ക് ഞങ്ങൾക്ക് നൽകണം. and give us a victorious week. അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. We give ourselves to you. മഹത്വമെല്ലാം അങ്ങ് All glory belongs to you. യേശുവിൻ നാമത്തിൽ തന്നെ In Jesus' name we pray. ആമേൻ. Amen.